ഹലോ, എല്ലാവർക്കും സ്പൈസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെയുള്ള ബെൽ ബട്ടണും കൂടി. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടത്, ഇതേപോലെ ഞാൻ ഒരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്, വലുതൊന്ന്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസുള്ള സവാള. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു സൈസിലൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ കൂടുതൽ സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു സൈസിലാണ് സവാളയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സവാളയും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ടൊരു പാൻ ഒന്ന് ചൂടാക്കാം. ചൂടായിരിക്കുന്ന ഈ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഒന്ന് ഇട്ട് കൊടുക്കണം, നല്ല ജീരകം. അപ്പോൾ ജീരകം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടാൻ നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരേക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ സവാള ഇപ്പോൾ ഇതേപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്, കടലമാവ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുകൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണൊക്കെ കുറവ് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ക്യൂമിൻ പൗഡർ. അടുത്തായിട്ട് നമുക്ക് നല്ലൊരു കളറിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്. ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരേക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. അപ്പോൾ ഈ മസാലയിൽ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് 2 തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കണം. മീഡിയം വലിപ്പമുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ അതുവരേക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിത് തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടാൻ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ ആയിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ ഈ ഒരു മസാല ഇപ്പോൾ ഇതേപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും അതുപോലെ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിൽ സവാളയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ആ സവാളയിലും ക്യാപ്സിക്കത്തിലും ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരാൻ. അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ക്യാപ്സിക്കും സവാളയൊക്കെ പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും ഇതിൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ചൊന്ന് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതിയാവുന്ന രീതിയിലുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ റൊട്ടി, നാൻ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കിഡുവാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.